അതായത് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതുന്ന വളരെ വിശേഷപ്പെട്ട, അതായത് കൊരിന്ത്യ സഭയുടെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരമായി പൗലോസ് അപ്പോസ്തലൻ എഴുതി കൊടുക്കുന്ന വളരെ വിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തിൽ നയിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച്, അതായത് വിശ്വാസികൾ എങ്ങനെ ജീവിക്കണമെന്ന് കൊരിന്ത്യ സഭ പൗലോസ് അപ്പോസ്തലനോട് ചോദിക്കുമ്പോൾ പല കാര്യങ്ങളിലും അതിന്റെ പശ്ചാത്തലം വളരെ സങ്കീർണമാണ്. കൊരിന്ത്യ സഭയിൽ ആ സമയത്ത് നിലവിലുണ്ടായിരുന്ന ആ, ചില സംശയങ്ങൾ, അതായത് പ്രത്യേകിച്ച് ഗ്രീക്ക് ചിന്താഗതികളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു സംശയം ഉണ്ടായിരുന്നു. ആത്മവിശുദ്ധമാണ്, അതുകൊണ്ട് ബോഡി ജഡം അശുദ്ധമായതുകൊണ്ട്, നമ്മുടെ ആത്മാവിശുദ്ധമായതുകൊണ്ട് ജഡത്തിന്റെ പല പ്രവൃത്തികളും നമ്മൾ ചേരുന്ന ചിന്ത ആ സമയത്ത് അവിടെ വിശ്വാസികളുടെ ഇടയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ പ്രചരിക്കാനിടയായി തീർന്നു. അതുകൊണ്ട് അതിനെ പ്രതി ചില ആൾക്കാർ ചില സംശയങ്ങൾ എഴുതി ചോദിച്ചു പൗലോസപ്പോൾ വിവാഹം ആവശ്യമാണോ എന്ന് കുറച്ച് സംശയങ്ങൾ എഴുതി ചോദിച്ചപ്പോൾ അതിനെയൊക്കെ അഡ്രസ് ചെയ്തുകൊണ്ട് പൗലോസപ്പോസിന് എഴുതുന്ന ഒരു ലേഖനമാണ് ഈ കൊരിന്ത്യർക്കെതിരെ ഒന്നാം ലേഖനം എന്ന് പറയുന്നത്. മാത്രമല്ല അതിൽ പല കാര്യങ്ങളുണ്ട്. അതിൽ പറയേണ്ട മറ്റു ചില കാര്യങ്ങളാണ്, അതായത് നമ്മുടെ ഈ ഹെഡ് കവർ ചെയ്യുന്ന കാര്യം, അതുപോലെ തന്നെ വിഗ്രഹാർപ്പണ കഴിക്കാമോ എന്നുള്ള ചോദ്യങ്ങൾ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അഡ്രസ് ചെയ്യുന്ന ഒരു ലേഖനമാണ് ഈ കൊരിന്ത്യർക്കെതിരെ ഒന്നാം ലേഖനം എന്ന് പറയാം. നമുക്ക് വിശ്വാസികൾ എന്ന് പറയുന്ന വിശ്വാസ സമൂഹത്തിന് പഠിക്കാൻ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പ്രതിപാദിക്കുന്നുണ്ട്. സ്തോത്രം. എനിക്ക് അവിടെ പറയാനുള്ളത് ഒന്നാമത്തെ ഏറ്റവും എന്നെ സംബന്ധിച്ച് എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ് ഈ 1-ാം അധ്യായം 30-ാം വാക്യം എന്ന് പറയുന്നത്. 1 Corinthians 1:30 എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലപ്പെട്ട ഒരു വാക്യമാണത്. അതിൽ യേശുക്രിസ്തു നമുക്ക് ആരാണെന്നൊരു ബോധ്യം പൗലോസ് അപ്പോസ്തലൻ നമുക്ക് തരികയാണ്. അവിടെ ഈ കൊരിന്ത്യ സഭയിൽ ആ സമയത്ത് നിലനിൽക്കുന്ന ഒരു 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 വാക്കുണ്ടായിരുന്നു, ഒരു ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. യേശു ശപിക്കപ്പെട്ടവനായതുകൊണ്ട് നമുക്ക് യേശുവിലൂടെ ഒന്നുമില്ല എന്നൊരു ഒരു 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 കിംവദന്തി ആ സമയത്ത് കൊരിന്ത്യ സഭയിൽ ഇങ്ങനെ പടർന്നിട്ടുണ്ടായിരുന്നു. അത് ഗ്രീക്ക് ചിന്താഗതികളിൽ നിന്ന് അതുപോലെ കൊരിന്തിലേക്ക് നുഴഞ്ഞു കയറി വന്ന ചില ആ, അവിശ്വാസികളായ ചിലരിലൂടെയൊക്കെയാണ് ഇത് സംഭവം ഉണ്ടായത്. പക്ഷെ അത് നമുക്ക് അതിന്റെ അധികമായി പോകാൻ കഴിയത്തില്ല, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട്. പക്ഷെ അതിനെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ട് യേശു ക്രിസ്തു ആരാണെന്നുള്ള ബോധ്യം സഭയിലെ ജനങ്ങൾക്ക് പൗലോസ് അപ്പോസ്തലൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു വാക്യത്തിലൂടെ. സ്തോത്രം. പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, ഈ വിശ്വാസികളെ സംബന്ധിച്ച് ക്രിസ്തു ആരാണ്, നമ്മൾക്ക് എന്താണ് ക്രിസ്തുവിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ വീണ്ടെടുപ്പുകാരനില്ലേ, നമ്മളെ വീണ്ടെടുത്ത് നമുക്ക് വേണ്ടി മരിച്ചു, കാൽവറി ക്രൂശിൽ മരിച്ചു, അവസാനത്തുള്ളിൽ ചോരയും ഒഴുക്കി നമ്മളെ വീണ്ടെടുത്തു, നമ്മുടെ ആത്മാവിനെ വീണ്ടെടുത്തു. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ ആത്മാവിനെ വീണ്ടെടുത്തു. പിന്നെ നമുക്ക് ജീവൻ തന്നിട്ട് പോയി. ഇവിടെ നിങ്ങൾ കഷ്ടപ്പെട്ടു, ഞാൻ കഷ്ടപ്പെട്ടു എന്നൊരു ഫീലാണ് പലപ്പോഴും ഈ വിശ്വാസം നമ്മുടെ മനസ്സിലുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മളങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മളിവിടെ കഷ്ടപ്പാട്, കഷ്ടത, ദുഃഖം, ദുരിതം, ഇതൊക്കെയാണ് പലപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത്. ചിലർക്ക് കഷ്ടപ്പാട്, ചിലർക്ക് ഭയങ്കര സമ്പൽ സമൃദ്ധമായ ജീവിതം. പക്ഷെ ഞാൻ തുറന്നു പറയട്ടെ ദൈവമക്കളെ, നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം ഒന്നുമല്ല. ഞാൻ നമ്മുടെ ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് ഞാൻ തുടങ്ങിയ ടോപ്പിക് ഉണ്ട്, വാഴുക എന്നുള്ള ടോപ്പിക് ഉണ്ട് അല്ലേ. നമ്മളെ കുറിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, ആ ടോപ്പിക്കിന് വേൾഡുമായിട്ട് കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് പോകേണ്ടത്, എന്താണ് നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്നത്, നമുക്ക് എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പലപ്പോഴും ആ സംസാരം കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് പലപ്പോഴും നമ്മളിലേക്ക് എത്താൻ ഒരു വലിയ യാത്രയാണ്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 1 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ നമ്മൾ എത്തിച്ചേരുന്ന ഒരു പ്രക്രിയയല്ല ഞാൻ ഈ പറഞ്ഞ വാഴുക എന്നുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. വാഴുക എന്നുള്ള ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം, അത് മനസ്സിന്റെ നവീകരണമാണ് ആവശ്യം. ഹല്ലേലൂയ. മനസ്സിന്റെ പുതുക്കമാണ് അതിനാവശ്യം. നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ അല്ലെങ്കിൽ കൊരിന്ത്യർ 12 അല്ലെങ്കിൽ കൊരിന്ത്യർ 9:12 പറയുന്നത് പോലെ നമ്മുടെ ശരീരത്തെ ജീവനുള്ള ആരാധനയെ അർപ്പിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അതിന് മനസ്സ് രൂപാന്തരം വരുത്തേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരുപാട് പ്രക്രിയ കൂടി കടന്നു പോകുന്ന ഒരു 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 ഡെസ്റ്റിനേഷനാണ് ഞാൻ ഈ പറഞ്ഞ വാഴുക എന്നുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത്. ഒറ്റ ദിവസം കൊണ്ട് നേടാൻ പറ്റുന്ന ഒന്നല്ല. ഹല്ലേലൂയ. സ്തോത്രം. അവിടെയാണ് ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ഓരോ ബിലീവറുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത്. സ്തോത്രം. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായത് ഒന്നാമത്തെ കാര്യം, ക്രിസ്തു നമ്മുടെ വിസ്ഡമാണ്. അപ്പോസ്തലൻ പറയുക, ക്രിസ്തു നമ്മുടെ വിസ്ഡമാണ്, ക്രിസ്തു നമ്മുടെ അറിവാണ്, ക്രിസ്തു നമ്മുടെ ജ്ഞാനമാണ്. ഹല്ലേലൂയ. സ്തോത്രം. എന്താണ് ഈ ക്രിസ്തു നമ്മുടെ ജ്ഞാനം എന്ന് പറയുമ്പോൾ? ഹല്ലേലൂയ. സ്തോത്രം. ഞാനൊരു കാര്യം തുറന്നു പറയാം. നമ്മൾ ക്രിസ്തുവിൽ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണെന്നൊരു ബോധ്യം നമുക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ ശാപത്തിൽ നിന്നല്ല, ക്രിസ്തുവിൽ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ച ഒരു ബോധ്യം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? പലപ്പോഴും ലോകത്തിന്റെ ജ്ഞാനമല്ലേ ക്രിസ്തുവിലെ ജ്ഞാനം എന്ന് പറയുന്നത്. ക്രിസ്തു നമ്മുടെ ജ്ഞാനം എന്ന് പറയുമ്പോൾ ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, ഇന്റലക്ച്വൽ പവറിനെ അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിൽ ആരാണ്, എന്താണ് നമുക്ക് വേണ്ടി കർത്താവ് ചെയ്തത്. പലപ്പോഴും ഞാൻ പറയട്ടെ, നമ്മളെ പിശാച് എപ്പോഴും അടിച്ചമർത്തിച്ചിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ എന്താണ് നമുക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്നുള്ള ആ കാര്യത്തെ കുറിച്ചുള്ള ബോധ്യമില്ലായ്മ.
പലപ്പോഴും നമ്മൾക്ക് അറിയുന്നത് നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോരേണ്ടവരാണ്. എനിക്ക് എന്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. ഞാന് ഇങ്ങനെ കഷ്ടപ്പാടും, രോഗങ്ങളും, ഭാരങ്ങളും പേറി ജീവിക്കേണ്ടവരാണെന്നുള്ള നമ്മളെ ഇങ്ങനെ പഠിപ്പിച്ചേക്കുന്നത്. പക്ഷെ വചനം പറയുന്നത് അങ്ങനെയല്ല. വചനം പറഞ്ഞ അങ്ങനെയേ അല്ല ദൈവമക്കളെ. നമ്മളെക്കുറിച്ച് വചനം പറഞ്ഞ ഇങ്ങനെയാ. നിങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാ. ക്രിസ്തുവിൽ ജിയാളികളാ. നിങ്ങൾ സ്വർഗത്തിലെ സകല ആത്മീക നന്മകളാലും ക്രിസ്തുവേശു അനുഗ്രഹിക്കപ്പെട്ടവരാ. നിങ്ങൾ ക്രിസ്തുവിൽ സമ്പൂർണ്ണരാ. ഇതെന്തെങ്കിലും നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഹൃദയത്തിൽ നിന്ന് ഒന്ന് അകത്ത് കയറിയിട്ടുണ്ടോ? ഇങ്ങനെയാ പറയുന്നത്, ക്രിസ്തുവിൽ ഞാൻ സ്വതന്ത്രനാണ്. അതായത് പാപത്തെയും പിശാചിനെയും ജയിക്കുന്നത് എന്റെ കഷ്ടപ്പാടുള്ള കാര്യമല്ല. അതായത് ക്രിസ്തുവിൽ സ്വതന്ത്രനായതുകൊണ്ട്, ക്രിസ്തു പാപത്തെയും പിശാചിനെയും ജയിച്ചതുകൊണ്ട് എനിക്കും പാപത്തെയും പിശാചിനെയും എന്റെ ശാപങ്ങളെയും ജയിക്കുന്നത് എനിക്ക് ഒട്ടും പ്രശ്നമുള്ള കാര്യമല്ല. ബിക്കോസ് ഞാൻ ക്രിസ്തുവിലായിരിക്കുന്നേ. കാരണം ക്രിസ്തു അത് ചെയ്ത് കഴിഞ്ഞു. നമുക്കിതൊരു വിശ്വാസമായിട്ട് ഹൃദയത്തിൽ കയറിയിട്ടുണ്ടോന്നോ പലപ്പോഴും എനിക്ക് സംശയം. നമ്മുടെ പ്രയാസങ്ങളും ഭാരങ്ങളും വരുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ടെൻഷൻ ഉണ്ടാവും. അത് സ്വാഭാവികം, മനുഷ്യന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണ് അത്. ഓഫ് കോഴ്സ് അത് പിശാച് കുത്തിവെക്കുന്ന ചില പ്രോബ്ലംസ് ആണ്. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ക്രിസ്തുവിന്റെ വിസ്ഡം എന്ന് പറയുമ്പോൾ, ക്രിസ്തുവിന്റെ അറിവെന്ന് പറയുമ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. ക്രിസ്തുവിൽ ഞാൻ ആരാണെന്നുള്ള ബോധ്യം. ക്രിസ്തു പാപത്തെയും പിശാചിനെയും രോഗത്തെയും ജയിച്ചവനായതുകൊണ്ട് ഞാനും അതിനെ ജയിച്ചു എന്നൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ആഴ്ന്നിറങ്ങുന്ന അവിശ്വാസത്തെയാണ് ക്രിസ്തുവിന്റെ നോളജ് എന്ന് പറയുന്നത്. സ്തോത്രം. അത് നമ്മളൊരു അറിവെന്നല്ല, അതൊരു ബോധ്യമായി മാറിയിട്ടുണ്ട്. എപ്പോഴെങ്കിലും നമ്മളെപ്പോഴും കരയുന്ന കാര്യങ്ങൾ എന്താ? എനിക്ക് രോഗമാ, പിന്നെ ബ്രദറെ, അല്ലെങ്കിൽ എനിക്ക് ശാപമാ ബ്രദറെ, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാ ബ്രദറെ. നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെ പിശാച് ചതിക്കുന്ന ഭയങ്കര ഏരിയ അത്. നമ്മുടെ ഈ ലോകത്തിലെ ഈ കാണുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ടിട്ടിട്ട് അതിങ്ങനെ നമ്മളേക്ക് ഇങ്ങനെ പ്രോം ചെയ്ത് വരുത്തിക്കൊണ്ടിരിക്കും. അവന്റെ തന്ത്രമാണ്. പ്രശ്നമില്ലെന്നല്ല, ഭാരമില്ലെന്നല്ല. പക്ഷെ നമ്മുടെ പ്രയോറിറ്റി ആ ഭാരത്തെ ഓർത്ത്, ആ പ്രശ്നത്തെ ഓർത്ത്, ആ നമ്മുടെ നാളത്തെ കാര്യങ്ങളെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നുള്ളതല്ല. ഒരിക്കലും ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇന്നലെ ഒരു പ്രശ്നം ടെൻഷൻ അടിച്ചു. ആ പ്രശ്നം ഒരു മാസം മുമ്പ് ടെൻഷൻ അടിച്ചു. ആ പക്ഷെ ഭയങ്കര ടെൻഷൻ അടിച്ചു, ഭയങ്കരമായിട്ട് കരഞ്ഞു. അയ്യോ, ഒരു ഇതെങ്ങനെ പുറത്തു വരും ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നമ്മുടെ BP കൂട്ടി, നമ്മുടെ സ്ട്രെസ് കൂട്ടി, നമുക്ക് ബോഡിക്ക് ആകെ പ്രശ്നങ്ങൾ ഉണ്ടായി. ഞാൻ ചോദിക്കട്ടെ, ഒരു മാസത്തിനകത്ത് ഈ പ്രശ്നം മാറിയില്ലേ? നിങ്ങൾ എന്തെങ്കിലും ചെയ്തായിരുന്നോ? നമ്മുടെ ടെൻഷനൊക്കെ അടിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഗുണം കിട്ടിയോ അതുകൊണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഇങ്ങനെ ഒത്തിരി, നമുക്ക് മനുഷ്യന് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അതല്ല, അത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. കാരണം ക്രിസ്തു ജയാളിയാണെന്ന് വചനം പറയുമ്പോൾ, ക്രിസ്തു ജയാളിയാണ്. ആ ക്രിസ്തു ജയിച്ച എന്തിനു വേണ്ടിയാ? നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിതം നയിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയെങ്കിൽ ആ ക്രിസ്തു നമ്മളെ ജയാളികളാക്കി മാറ്റിയെങ്കിൽ, നമ്മുടെ ഈ പ്രശ്നങ്ങളെ ഓർത്ത് ഇങ്ങനെ ആ പിശാച് നമ്മുടെ മനസ്സിൽ ഇട്ട് തരുന്ന ആ ഭാരങ്ങളെ ഓർത്ത് ടെൻഷൻ അടിച്ച് നമ്മുടെ ജീവിതം നശിപ്പിക്കാനുള്ളതല്ല. ഹല്ലേലൂയ. നമ്മളിതൊക്കെ ജയിച്ചവനാണെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ, ക്രിസ്തു ആരാണെന്നുള്ള വിസ്ഡം, അറിവ്, നമ്മുടെ ആ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ, നമ്മളിതിനെ ജയിച്ചാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ, അത് വിശ്വാസമായി കയറിയെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കത്തില്ല. അതിനെ ഓർത്ത് വറി ചെയ്യത്തില്ല. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങളെ വറി ചെയ്യിപ്പിക്കുന്നത് ദൈവമല്ല, പിശാചാണ്. നിങ്ങളുടെ മനസ്സിൽ ടെൻഷൻ കൊണ്ടിടുന്നത്, നിങ്ങളുടെ മനസ്സിൽ ആകുലത ഇടുന്നത്, നിങ്ങളുടെ മനസ്സിൽ അതിനെ ഓർത്ത് ഇങ്ങനെ സ്ട്രെസ് ഉണ്ടാക്കുന്നത് ഡെവിളിന്റെ ഒരു വർക്കാണ്. നമ്മുടെ യഥാർത്ഥമായ ലക്ഷ്യങ്ങൾ നമ്മെ വ്യതിചലിപ്പിക്കുന്ന പിശാചിന്റെ ഏറ്റവും വലിയ ട്രിക്കാണ് നമ്മളെ ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടിട്ടിട്ട് അതിനെ ഓർത്ത് ഇങ്ങനെ വേവലാതിപ്പെടുത്തി നമ്മളെ അതിലേക്ക് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിച്ച് നമ്മുടെ മറ്റു കാര്യങ്ങൾ നമ്മളെ അകറ്റി മാറ്റി നിർത്തുന്നത് പിശാചിന്റെ ട്രിക്കാണ്. ഒരിക്കലും ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമല്ല. അവിടെയാണ് ക്രിസ്തുവിന്റെ വിസ്ഡം നമ്മൾ പ്രയോഗിക്കേണ്ടത്. അറിവ്, ക്രിസ്തുവിന്റെ ജ്ഞാനം. അതായത് ക്രിസ്തുവിൽ ഞാൻ സ്വതന്ത്രനാണ്. ക്രിസ്തുവിൻ പാപത്തെയും പിശാചിനെയും രോഗത്തെയും ജയിക്കുന്ന എനിക്ക് കഷ്ടപ്പാടുള്ള കാര്യമല്ല. ബിക്കോസ് ക്രിസ്തു ജയിച്ചത് അതിനെയല്ല. ആ ക്രിസ്തു എന്റെ ഉള്ളിൽ ഇരിക്കുന്നു. മുഖത്തിന് പ്രത്യാശ ക്രിസ്തു എന്നിൽ വസിക്കുന്നു പറയുമ്പോൾ, ഇതിനെയൊക്കെ ജയിച്ച കർത്താവ് എന്റെ ഉള്ളിൽ ഇരിക്കുന്നു പറയുമ്പോൾ, അവിടെ നമ്മൾ അതിനെ ജയിച്ചവരാണ്. ഹല്ലേലൂയ. ഓഫ് കോഴ്സ് പ്രയാസങ്ങളില്ലെന്നല്ല, അതൊക്കെ കടന്നു പോകുന്ന ഒരു ചെറിയ ബ്രാക്കറ്റ് പീരീഡ് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അത് ക്രിസ്തുവിന്റെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ക്രിസ്തുവിൽ ഞാൻ സ്വതന്ത്രനാണെന്നുള്ള ബോധ്യം, ക്രിസ്തുവിൽ സമ്പന്നനാണെന്നുള്ള ബോധ്യം, ക്രിസ്തുവിൽ ഞാൻ സൗഖ്യമായി കഴിയുന്ന ഒരു ബോധ്യം. ഞാൻ ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ വാക്കല്ല, ആരോ പറഞ്ഞ് കേട്ടതാ. നമ്മുടെ ഒരു രോഗത്തെക്കുറിച്ച് നമ്മൾ വേവലാതിപ്പെടുമ്പോൾ, രോഗം വന്നാൽ ആരും പ്രാർത്ഥിക്കണ്ടെന്നോ അവനെ ഓർത്ത് നമുക്ക് വിഷമം ഉണ്ടാവില്ലെന്നോ ഞാൻ പറയില്ല. പക്ഷേ നമ്മുടെ രോഗം എന്ന് പറഞ്ഞാൽ 2024 വർഷം മുമ്പ് സൗഖ്യമായ ഒരു രോഗമാണ്. ക്രിസ്തു നമ്മളെ സൗഖ്യമാക്കിയതാ. ആ രോഗത്തെ നമ്മൾ ഒരു 80, 10, 25, 30, 40 വർഷം പഴക്കമുള്ള രോഗത്തെ നമ്മൾ 2024 വർഷം മുമ്പേ നമുക്ക് സൗഖ്യമായി കഴിഞ്ഞതാ. ആ ഒരു ബോധ്യം വന്ന
അതിനോർത്ത് നമ്മൾ അധികം ടെൻഷൻ അടിക്കത്തില്ല. നമ്മൾ അതിനെക്കുറിച്ച് വറി ചെയ്യത്തില്ല. നമ്മൾ അതിനെയോർത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നല്ല ഞാൻ പറയുന്നത്. അതിനെയോർത്ത് നമ്മൾ നമ്മുടെ ജീവിതം കളയത്തില്ലെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഒരു വലിയ വിഷയമാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഞാൻ ചെറിയ ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയട്ടെ ദൈവമക്കളെ, ക്രിസ്തു നമ്മുടെ വിസ്ഡമാണ്. ദൈവം നമ്മുടെ അറിവാണ്. അറിവ് മീൻസ് ജ്ഞാനമാണ്. ക്രിസ്തു നമ്മുടെ ജ്ഞാനമാണ്, നമ്മുടെ വീണ്ടെടുപ്പാണ്, നമ്മുടെ നീതിയാണ്, നമ്മുടെ ഉയർപ്പാണ്. ക്രിസ്തുവാണ് എല്ലാം എല്ലാം. ഈ ബോധ്യം നമ്മളിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് മുന്നേറാൻ കഴിയും. ഒന്നൂടെ തുറന്നു പറയും, നമ്മുടെ ജീവിതം ഇവിടെ കാണുന്ന ഒരു 10-80 വർഷം എന്ന് പറയുന്നതല്ല. കുറച്ച് നാള് മാത്രമേ ഈ ജീവിതമുള്ളൂ. നമ്മുടെ കോൺസെൻട്രേഷൻ ഫുള്ളി ജീവിതത്തിലാണ്. നമുക്കൊരു ഏറ്റവും വലിയ തെറ്റെവിടെ? നമ്മുടെ ജീവിതം ഫുള്ളി ഈ ഒരു ചിന്ത മൊത്തം ഈ ഒരു ലോകത്തേക്ക് കിട്ടുന്ന ഒരു 80, ഒരു 60, 80 വർഷത്തെ ജീവിതത്തെക്കുറിച്ച് നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചടിച്ച് എന്തായിത്തീരും, എന്തായിത്തീരും, ഞാൻ നാളെ അങ്ങനെ നമ്മളിങ്ങനെ ചിന്തിച്ച് നമ്മൾ നശിപ്പിക്കുക നമ്മുടെ ജീവിതം. അതല്ല നമ്മുടെ ജീവിതം. അതല്ലേ അല്ല. അതാദ്യം മനസ്സിലാക്കുക. ആ ഒരു ബോധ്യം ഉള്ളിലേക്ക് രക്ഷിക്കപ്പെട്ടവരാണോ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ കാണുന്ന ഒരു 80 വർഷം അല്ല. ഇവിടെ കിട്ടുന്ന ഒരു 80 വർഷം നമ്മൾ ഈ ബോഡി ജീവിക്കുന്നത് മാത്രമല്ലെന്ന് മനസ്സിലാക്കുക. അതിനപ്പുറത്തേക്ക് ജീവിതം നമുക്കുണ്ട്. നിത്യത മാത്രമല്ല ഞാൻ പറയുന്നത്. ക്രിസ്തുവുള്ള ജീവിതം നിത്യത മാത്രമല്ല. ക്രിസ്തുവിനോടൊരു വാഴ്ച നമുക്കുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഈ വിഷയത്തെ ഓർത്ത്, നമ്മുടെ ഈ ഇത്തരം പ്രശ്നങ്ങളെ ഓർത്ത് ഉഴലാതെ ക്രിസ്തുവിൽ ഉള്ള വിസ്ഡം, ക്രിസ്തു ഞാൻ ആരാണെന്നുള്ള ബോധ്യം നമ്മളിലേക്ക് ഒന്ന് കയറി വരട്ടെ. നമ്മുടെ പ്രയോറിറ്റി പ്രശ്നങ്ങളെല്ലാം ആകാതിരിക്കട്ടെ. നമ്മുടെ പ്രയോറിറ്റി ക്രിസ്തു ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഉണ്ട് ഈ വിഷയത്തിൽ എനിക്ക് ഒത്തിരി പറയാനുണ്ട്. വരും ദിവസങ്ങൾ കൂടുതൽ പറയാം. ഇത് നമുക്ക് സംസാരിക്കുമാറാകുന്ന സഹായിക്കട്ടെ. നമുക്ക് ഇപ്പോൾ